സുറിയാനികളുടെ അടിസ്ഥാനമായിട്ട് ഉള്ള ഒരു കാര്യം, മലപ്പുറത്ത് എപ്പോഴും പല കാര്യമാണ്, കിഴക്കോട്ട് ദർശനമാക്കി പ്രാർത്ഥിക്കുക. ഉദിച്ച് ഉയരുന്ന നീതി സൂര്യനെ പോലെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെ വരാനിരിക്കുന്ന കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, ആ കർത്താവിനെ നോക്കി സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന കിഴക്കോട്ട് നോക്കിയുള്ള പ്രാർത്ഥനയെ അതിനെ അംഗീകരിക്കുന്നവരാരോ അവരാണ് നസ്രാണികള്, അതിനെ നിഷേധിക്കുന്നവരാരാണോ അവര് നസ്രാണികളല്ല. ഇനി ഇന്നത്തെ കാലത്ത് നമ്മുടെ സുറിയാനി ഭാഷ, സുറിയാനി എപ്പോഴും പറയും, പല സുറിയാനികൾ ഇപ്പോഴുണ്ട്. സുറിയാനി ഭാഷയെ എതിർക്കുന്നവർ ഇപ്പോൾ കാണാൻ നമുക്ക് ഒത്തിരി സാധിക്കും. സുറിയാനി ഭാഷ പഠിപ്പിക്കുകയേ ചെയ്യരുത്, സുറിയാനി ഭാഷ ഉപയോഗിക്കുകയേ ചെയ്യരുത് എന്ന് പറയുന്നവരാരാണോ അവരൊക്കെ നസ്രാണികൾക്ക് എതിരാണ്. നസ്രാണികളല്ല അവർ. സുറിയാനിയെ സ്നേഹിക്കുന്നവരാരോ അവരാണ് നസ്രാണികൾ. ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മുടെയൊക്കെ വീടുകളിലേക്ക് കയറി ചെന്നാല്, ഞാൻ തൊഴിയൂർ സഭയുടെ ഒഴികെ ബാക്കി എല്ലാ സഭകളുടെയും വീടുകളിൽ ചെന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാർമ്മന്മാരുടെ വേഷം നോക്കിക്കഴിഞ്ഞാൽ നസ്രാണികളായിരുന്നു നമുക്ക് പൂർവികരായിട്ട് തലമുറകളിൽ ഉണ്ടായിരുന്നെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അവരുടെ വേഷം, യഹൂദ വേഷം, ചട്ടയും മുണ്ടും പോലെ അവരുടെ ഭക്ഷണ രീതി, അവരുടെ പ്രാർത്ഥനാ രീതി, വീടിന്റെ നിർമ്മാണ രീതി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നസ്രാണികൾക്ക് അടിസ്ഥാനമായിട്ട് ഉണ്ട്. അവയൊക്കെ ഇന്ന് മറന്ന് ആകപ്പാടെ നമ്മൾ യൂറോപ്പിൽ നിന്നുള്ള സർവ്വ കാര്യങ്ങളും ഇങ്ങോട്ട് എടുത്ത് നമ്മളിത് ഒത്തിരി കാര്യങ്ങൾ വേഷത്തിലും നമ്മുടെ വർത്തമാനത്തിലും ഉപയോഗിക്കുന്ന വാക്കുകളിൽ പോലും നമ്മൾ ക്രിസ്ത്യൻ ചർച്ചിൽ നിന്ന് മാത്രം ഇപ്പോൾ പൊതുവെ ഉപയോഗിച്ച് വിശുദ്ധരുടെ പേരുകൾ ഇംഗ്ലീഷിൽ മാത്രം ഉപയോഗിച്ച് നമ്മൾ വലിയ പരിഷ്കാരമാണ് ഉപയോഗിച്ച് നമ്മുടെ തനിമയാർന്ന വാക്കുകൾ നമ്മൾ പള്ളിയും, തോമസ് ലീഹ ഇവിടെ വന്ന് എന്താണ് ചെയ്തത്? 7 അരപ്പള്ളികൾ സ്ഥാപിച്ചു. ആ പള്ളി എന്നുള്ള വാക്ക് പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾ പറയാറുണ്ട് അമ്പലക്കാര്, പള്ളിക്കാര്. പക്ഷെ നമ്മൾ ആ പള്ളിയെ അതെന്തോ വേണ്ടാത്തൊരു കാര്യമായിട്ട് മാറ്റി വെച്ചിട്ട് ഇന്നിപ്പോ പള്ളി എന്നുള്ള പ്രയോഗം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പള്ളിക്കൂടം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടവക നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. നമ്മുടെ നസ്രാണിത്വം ചോർന്നു പോകുന്നത് നമ്മൾ അറിയണം. നിൽക്കുന്ന മണ്ണൊലിച്ചു പോകുന്നത് നമ്മൾ അറിയണം എന്നുള്ള സൂചന നിങ്ങളുടെ മുമ്പിൽ നടത്തുകയാണ്. നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ആരോട് എവിടെ സംസാരിച്ചാലും ക്രൈസ്തവര് അസംഘടിതരാണ്, ചിഹ്നിച്ചിട്ട് നിൽക്കുകയാണ്. എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. എപ്പോഴും നമ്മുടെ കുടുംബങ്ങളെടുത്താലും സഭകളെടുത്താലും നമ്മുടെ ഏത് കൂട്ടായ്മകളെടുത്താലും അവിടെ എല്ലാം നമ്മൾ സ്നേഹരാഹിത്യത്തിന്റെ, ഈശോയുടെ ബൈബിളുമായിട്ടൊരു ബന്ധമില്ലാത്ത സമീപനങ്ങൾ പൊതുവെ സ്വീകരിക്കുന്നതിന് പഠിച്ചതിലാണ് വഴക്കുകൾ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. ഈ കൂട്ടായ്മ എവിടെ ചെന്നാലും ആരോട് സംസാരിച്ചാലും നമുക്ക് ഒന്നിച്ചു നിൽക്കണമെന്ന് പറയുന്നവരുടെ കൂട്ടായ്മയാണ്. അപ്പൊ അവിടെ എല്ലാം നമ്മളിവിടെ കൂടിയത് എല്ലാവരും പരസ്പരം ഈ മെത്രാന്മാരോടൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ അവിടെ എല്ലാവരും നമുക്കെല്ലാം ഒന്നിച്ചു നിൽക്കണം. നമ്മൾ ആരോട് എവിടെ സംസാരിച്ചു നമുക്കെല്ലാം ഒന്നിച്ചു നിൽക്കണം. എന്താ ഒരു സംവിധാനം വേണ്ടത്? സഭകൾ ചേർന്നുകൊണ്ടുള്ള സംവിധാനം എന്താ വേണ്ടത്? അത് ആണ് ഒരു മുന്നേറ്റത്തിന് നമുക്ക് തുടക്കം കുറിക്കാം. എല്ലായിടത്തും നമുക്ക് അവിടെ തുടങ്ങാം. അങ്ങനെ പല ദേശയോഗങ്ങള് ഇപ്രകാരം ചർച്ച ചെയ്ത് തീരുമാനിച്ചവര് നമുക്ക് ഇവിടെ ഉള്ളവർ. ഇപ്പൊ ഉദാഹരണം മുണ്ടക്കയത്ത് 5 സഭകൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ മാസത്തോറും മീറ്റിംഗ് കൂടുന്നുണ്ട്. പാലായിൽ 4 സഭകൾ ഒരുമിച്ച് ചേർന്ന് മീറ്റിംഗ് കൂടുന്നുണ്ട്. തൃശ്ശൂർ ചെന്നാല് 7 സഭകൾ ഒരുമിച്ച് ചേർന്ന് മീറ്റിംഗ് കൂടാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഇപ്രകാരം മറ്റ് സമുദായങ്ങൾ സംഘടിക്കുന്നത് പോലെ വീട്ടുമുറ്റങ്ങളും പള്ളിമുറ്റങ്ങളിലും ഒക്കെ കൂട്ടായ്മകൾ കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ക്രൈസ്തവര് അസംഘടിതരായതുകൊണ്ട്, ക്രൈസ്തവർ തമ്മിലടിച്ചു നിൽക്കുന്നത് കൊണ്ട് രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക സാംസ്കാരിക പൊതു മേഖലകളിലെല്ലാം ക്രൈസ്തവരെ ഇന്ന് വളരെ നിസ്സാരവൽക്കരിച്ച് ഒരു സ്ഥാനം കൊടുക്കാതെ നമ്മൾ ഈ നാട്ടിൽ ദോഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങള്, പഠന സിലബസുകൾ പോലും ഉൾപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഇതൊരു സാമുദായിക കൂട്ടായ്മയാണ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർക്കുക, സമുദായ അംഗങ്ങളുടെ ഇത് ആര് സ്ഥാപിച്ചു എന്നുള്ളത് ഇവിടെ സ്ഥാനമില്ല. ഇത് നമ്മുടെ പൂർവ്വപിതാക്കളുടെ വഴിയാണ്, നമ്മുടെ വഴി. ഇതിനിടയ്ക്ക് നമ്മൾ എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ആര് എന്നുള്ള ചോദ്യം ഇവിടെ ഇല്ല. എന്റെയോ മലയപ്പുറത്തിന്റെയോ ഇവിടുത്തെ പിതാക്കന്മാരുടെയോ നമ്മൾ ആര് എന്നുള്ള ചോദ്യം ചോദിക്കരുത്, പറയരുത് പരസ്പരം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ വഴിയെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ പലപ്പോഴും നമ്മുടെ പിതാവും പരിശുദ്ധ പിതാക്കന്മാരും എല്ലാം പറയാറുള്ള ക്ലരിക്കലിസം, അങ്ങനെ സംഭവമുണ്ട്.
ക്ലരിക്കലിസം എന്ന് പറയുന്നത് നസ്രാണിസത്തിന്റെ ഭാഗമല്ല. പട്ടക്കാരും ഇണങ്ങരും എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്ത് ഒരുമിച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചർച്ച ചെയ്യുകയും പഠിക്കുകയും കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ സമുദായ നസ്രാണി മുന്നേറ്റത്തില് നമ്മൾ എടുത്തിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ നിങ്ങളിൽ ഒരു ആളുകൾ മാത്രമാണ്, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. പിന്നെ നമ്മളിത് സാമുദായിക മുന്നേറ്റം എന്ന് പറയുമ്പോൾ സഭകളുടേതായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിറ്റർജി, അത് നമ്മൾ ആളുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. പള്ളിത്തർക്കങ്ങൾ ഇത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. അതിനെല്ലാം അതിൻ്റെതായ ബോഡികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, മെത്രാൻ സൗനകദോസുകളും മറ്റ് ദൈവശാസ്ത്ര സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് സാമുദായിക വിഷയങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഒത്തിരി ദരിദ്രരുണ്ട്. EWS സംവരണം നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് അടുത്ത കാലത്ത് നൽകിയത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. 5 ഏക്കറിൽ താഴെയും 8 ലക്ഷം വാർഷിക വരുമാനത്തിൽ താഴെയുള്ളവരുടെ ആ EWS സംവരണ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ എതിർക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്. സംവരണമുള്ള ആരായാലും അവരൊക്കെ പൊതുവെ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന ഈ സംവരണത്തെ പൊതുവെ എതിർക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് നമ്മൾ ഗൗരവമായി എടുത്ത് പഠിച്ച് നമ്മുടെ ദേശയോഗങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുപോലെ ക്രൈസ്തവരായി എന്നുള്ള ഒറ്റ കാരണത്താല്, മതസ്വാതന്ത്ര്യവും മതേതരത്വവും ഉള്ള ഇന്ത്യയിൽ ക്രൈസ്തവരായി എന്നുള്ള ഒറ്റ കാരണത്താല് വിവിധ സമുദായങ്ങളിൽ നിന്നും ക്രൈസ്തവ മാർഗത്തിലേക്ക് വന്നവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. സംവരണത്തിന്റെ വിഷയം തന്നെയാണ് ദളിത് സംവരണം, ദളിത് ക്രൈസ്തവരുടെ സംവരണം. അത് നമ്മൾ ഗൗരവത്തിലെടുത്ത് മുന്നോട്ട് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. ഗവൺമെന്റുകളുടെ മുമ്പിൽ പൊതുപ്രവർത്തനം ഏർപ്പെടുത്തിയിരിക്കുന്ന നമ്മളെല്ലാവരും. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച കോശി കമ്മീഷൻ വളരെ ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന ഒരു കമ്മീഷനാണ്. ഇതിനെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ കാര്യം ഈ കമ്മീഷനെ നിയമിച്ചതും അതിന്റെ കാര്യങ്ങൾ നടന്നതും. പക്ഷെ ഇപ്പോൾ അത് ആഭ്യന്തര വകുപ്പിന്റെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ ഒക്കെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ എന്നതിനേക്കാൾ ന്യൂനപക്ഷ കാര്യാലയവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ അതിരിക്കുന്നത് എന്നുള്ളത് ക്രൈസ്തവർക്ക് ആശങ്കയുള്ള ഒരു കാര്യമാണ്. കാരണം വേണ്ടത്ര നീതി നമുക്ക് ആ പഠനങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകളിൽ നിന്നും മുന്നോട്ട് ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നമുക്കുണ്ട്. ഇതൊക്കെ നമ്മൾ ദേശയോഗങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ ജാതി സംവരണം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് നമ്മുടെ ഏത് യുവാവിനോട് ചോദിച്ചാലും സംവരണം ഇല്ലാത്തത് കൊണ്ട്, ചെറിയൊരു സാധ്യത പോലും ഇല്ലാത്തത് കൊണ്ട് യുവാക്കളെല്ലാം നാട് വിട്ടു പോവുകയാണ്, വിദേശങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരെ പെട്ടെന്ന് പറയുന്ന ഉത്തരം സംവരണത്തെ കുറിച്ചാണ്. എന്താണ് ഈ സംവരണം? അത് വലിയൊരു വിഷയമാണ്. നമ്മൾ ഗൗരവത്തിലെടുത്ത് പഠിച്ച് അർഹതപ്പെട്ടവർക്ക് സംവരണം വേണം. അർഹതയില്ലാത്തവർ സംവരണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ കാലാകാലങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ ദാരിദ്ര്യ രേഖ അല്ലെങ്കിൽ ഈ 5 ഏക്കർ 8 ലക്ഷം എന്ന് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച ആ ഒരു സ്ലാബ്, ആ ഒരു മാനദണ്ഡം അത് ക്രീമി ലെയറായിട്ട് സംവരണം ഉള്ളവർക്കും ആക്കണം. അതിന് മുകളിലുള്ളവർക്ക് സംവരണം, കാരണം ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വിവേചനം എന്ന് പാടില്ലല്ലോ. അപ്പോൾ ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വിവേചനം നിർത്തലാക്കി നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. കാശുള്ളവനും കാശില്ലാത്തവനും പ്രശ്നം. അതിന് ജാതി മതമൊന്നുമില്ല. സമ്പത്ത് എന്നുള്ള വിഷയം വരുമ്പോൾ ജാതിയോ മതമോ ഒന്നുമില്ല. ജാതികൾക്ക് വേണ്ടിയിട്ട് നൂറ്റാണ്ടുകൾക്ക് പിന്നിലുള്ള ജാതീയമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ പ്രത്യേക അവസ്ഥകൾ വെച്ചുകൊണ്ട് ഒത്തിരി താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും ഒക്കെ ഉണ്ട്. താഴ്ന്ന ജാതിക്കാരും മുന്നോട്ട് വരണം, ഒപ്പമാകണം, സമത്വം ഉണ്ടാകണം എന്നൊക്കെയുള്ള ചിന്തകളോട് കൂടിയാണ് സംവരണം 10 വർഷത്തേക്ക് അത് പിന്നീട് പരിഷ്കരിക്കണം എന്നൊക്കെയുള്ള നിലപാടുകളോട് എടുത്തത്. ആ ഒരു സംവരണം വേണ്ടെന്നാണ് നമ്മുടെ ജെറോം ഡിസൂസ എന്ന് പറയുന്ന ഈശോ സഭക്കാരനായ സിറിയൻ ക്രിസ്ത്യൻ അല്ലാത്ത ഒരാൾ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ അച്ഛന്മാരും മെത്രാന്മാരുമാണ് ക്രൈസ്തവർക്ക് സംവരണം വേണ്ട എന്ന് പറഞ്ഞത് എന്ന തെറ്റിദ്ധാരണ നമ്മൾ പറഞ്ഞു പരത്താറുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റേണ്ട കാലം കഴിഞ്ഞു. അതായത് സംവരണം ഒരു ഗൗരവമായ വിഷയമാണ്. ജാതിയുടെ പേരിലാണ് സംവരണം വന്നതെങ്കിൽ കേരളത്തിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് മതത്തിന്റെ പേരിലുള്ള സംവരണങ്ങൾ നിലവിലുള്ളത്? നമ്മളിതെല്ലാം ഗൗരവമായി എടുക്കേണ്ട വിഷയങ്ങളാണ്. ഇതുപോലെ വലിയ വലിയ വിഷയങ്ങൾ നമുക്ക് ഉണ്ട്. പെട്ടെന്ന് ഞാൻ നമ്മുടെ പിതാക്കന്മാര് സംസാരിച്ച് അവർക്ക് ദൂരെ നിന്ന് വന്നവരൊക്കെയാണ് പോകാനായിട്ട് അവർക്ക് സമയം ആമുഖം പോലെ സൂചിപ്പിച്ചതാണ്. നമുക്കൊരു സഭാ തലവൻ തന്നെയുണ്ട്. ഈ കുറവലങ്ങാടും അതുപോലെ പാലായിലും ഒക്കെ മീറ്റിംഗ് കൂടി ഇളന്തോട്ടം, ഇടമറ്റം, നരിയങ്ങാനം പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ തീക്ഷ്ണത കൊണ്ട് നമ്മുടെ ഇവിടെ വന്ന റോക്കോസ്, മേലൂസ് പോലെയുള്ള മെത്രാന്മാര്
ആ ആദരണീയരായ പിതാക്കന്മാരുടെ പിന്മുറയിൽ അവരോട് വിശ്വസ്തത പുലർത്തി സഭാപാൻ വിശ്വസ്തരുന്ന കല്ലായ സുറിയാനി സഭയുടെ തലവൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മൾ വളരെ വിലമതിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സഭാതലവന്റെ സാന്നിധ്യം തന്നെ വളരെ വിലമതിക്കേണ്ടതാണ്. നമ്മളെല്ലാ സഭാതലവന്മാരെയും മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമികളായിട്ടാണ് കാണുക. കാരണം മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം, മാർത്തോമാ മാർഗം, ലോ ഓഫ് തോമസ്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ അഭിവന്ധ്യ പിതാവിനെ അധികം, കാരണം പിതാവ് തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്, പിതാവ് വലിയ സ്നേഹത്തോടുകൂടി വന്നതാണ്, ഒത്തിരി ത്യാഗങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. പിതാവിനും ഉറപ്പായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ ഒത്തിരി സ്വപ്നങ്ങൾ, നമുക്ക് തീർച്ചയായും നല്ല വാക്കുകൾ പറഞ്ഞ പിതാവിനെ പെട്ടെന്ന് ഞാൻ അധികം ആമുഖങ്ങളില്ലാതെ സ്വാഗതം ചെയ്യുകയാണ്.